എറണാകുളം ജില്ലയിൽ നിന്നും വരുന്നു. 2019 5 മാസത്തിൽ 16 തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിലെ എൻ്റെ ആദ്യത്തെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. ഒരു 5 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അതും അച്ഛൻ്റെ സ്റ്റേജിൽ നിന്നുള്ളൊരു മെസ്സേജ് മൂലം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 1 വർഷം കഴിഞ്ഞ് ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യം പറയുകയും യൂട്യൂബിൽ സാക്ഷ്യം വരികയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞിനൊരു 2 വയസ്സായിരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ അടുത്ത നിയോഗത്തിൽ ഞാനൊരു പെൺകുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു നിയോഗം വയ്ക്കുകയും 1ാമത്തെ നിയോഗം വയ്ക്കുകയും ഞാൻ ഒരു 3 മാസത്തിനുള്ളിൽ തികച്ചും അൺഎക്സ്പെക്റ്റഡായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അത് ഹസ്ബൻഡ് അച്ചാച്ചൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയമായിരുന്നത് കൊണ്ട് സങ്കടവും സന്തോഷവും ഒക്കെയും പെട്ടെന്ന് തന്നെ ഉണ്ടായി. മൂത്ത കുഞ്ഞിൻ്റെ ഫീഡിങ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അതൊരു സന്തോഷമായി മാറുകയും, കാരണം മാതാവ് തന്ന കുഞ്ഞായിരിക്കും, കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ളതാണല്ലോ, അപ്പോൾ അതൊരു പെൺകുഞ്ഞ് തന്നെ ആയിരിക്കും. കാരണം എനിക്ക് നിർബന്ധമായിട്ട് ഞാനൊരു പേര് കണ്ടുവച്ചിരുന്നു, കൃപ എന്ന പേര്. അത് എഴുതി 2019 തന്നെ ഞാൻ കട്ട് ചെയ്ത് ബൈബിളിൽ നേരത്തെ തന്നെ സൂക്ഷിക്കുകയും 2020 എനിക്ക് മൂത്ത കുട്ടി മോനാണ്, അവന് ബെനറ്റ് എന്ന് പേരിടുകയും 2ാമത്തെ കുട്ടിക്ക് ഞാൻ കൃപ എന്ന് പേരിടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയുമായിരുന്നു. അപ്പോൾ 3 മാസം ആയി NT സ്കാൻ ചെയ്തു. ഡബിൾ മാർക്കർ ടെസ്റ്റ് ഉണ്ട് 3ാം മാസത്തിൽ, എല്ലാവർക്കും അറിയാം. ആ ടെസ്റ്റിൽ, ബ്ലഡ് ടെസ്റ്റിൽ 258-1 എന്ന് ട്രൈസോമി 21 ഏജ് റിസ്ക് എന്ന റിസൾട്ട് വരികയും ഡോക്ടർ എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു, ഇത് റിസ്ക് ആണല്ലോ മോളെ, കാരണം എനിക്കൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നിങ്ങൾക്ക് 400 താഴേക്കുള്ളതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിക്കും. അതിൻ്റെ ബോർഡർ ലൈനാണ് 400. അപ്പോൾ ഇത് 258/1 എന്നൊരു റിസൾട്ടാണ് വന്നത്. ഞാൻ വളരെ സമ്മർദ്ദത്തിലായി, കാരണം എൻ്റെ ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവി ഓഫീസറാണ്, ആൾ കൂടെ ഇല്ല. അപ്പം എന്തൊരു ഡിസിഷൻ ഞാൻ എടുക്കും, ഈ ടെസ്റ്റ് ചെയ്യണോ? ടെസ്റ്റ് ചെയ്താലും ഒരു 95% കറക്റ്റായിട്ടുള്ളൊരു ഒരു റിസൾട്ട് പറയുക. അത് 95% നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. ബാക്കി 1% അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അബോർഷൻ ആവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 2 ആഴ്ചത്തെ റിസൾട്ട്, അതായത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം 2 ആഴ്ച നമ്മളൊരു റെസ്റ്റ് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ വിചാരിച്ചു, എന്താണെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ട, ടെസ്റ്റ് ചെയ്യാതെ ആ ഒരു ടെസ്റ്റിനൊരു 18,000 രൂപയാണ് റേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ റേറ്റ് ഞാൻ കൃപാസനം മാതാവിന് നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി കൊടുക്കാവുന്നു. 258 എന്നൊരു റേറ്റ് വന്നപ്പോൾ 260 പേപ്പർ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം വിതരണം ചെയ്യാമെന്ന് നേരുകയും 260 പേപ്പർ ഞാൻ വേറൊരാൾ വഴി, എനിക്ക് 6 മാസം കഴിഞ്ഞു, വരാൻ പറ്റില്ല. എൻ്റെ നെയ്ബറായിട്ട് ജയ്മോഹൻ അങ്കിൾ ഇവിടുത്തെ ശുശ്രൂഷകനായിരുന്നു. ആ അങ്കിള് നെയ്ബറായിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ആ അങ്കിളിനോട് ഞാൻ സംസാരിക്കുകയും അങ്കിള് എനിക്ക് പേപ്പർ അറേഞ്ച് ചെയ്ത് തരികയും ചെയ്തു. ഞാൻ ആ പേപ്പർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എല്ലാ വാർഡുകളിലും കയറി ഇറങ്ങി ആ ഒരു 6ാം മാസം കഴിഞ്ഞപ്പം ഞാൻ കൊണ്ടുപോയി ആദ്യത്തെ തവണത്തെ വിതരണം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് 7ാം മാസത്തിലൊക്കെ ആയപ്പോഴത്തേക്കും ബുദ്ധിമുട്ടുകൾ നമുക്ക് കൂടി വന്നു. കാരണം എൻ്റെ കുഞ്ഞ്, കരയുന്ന എൻ്റെ കുഞ്ഞാണ്, അവൻ കുറച്ച് ടാൻട്രംസ് ഭയങ്കര കൂടുതലുള്ള ആളാണ്, ഒരു ഉറക്കം വളരെ കുറവുള്ള ആളുമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട്, കാരണം ഞാൻ 6 മാസം കഴിഞ്ഞു, വല്ലാണ്ട് വയറൊക്കെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് അവൻ ഉറക്കുകയില്ല, ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട്. അപ്പോൾ അവൻ ഊഞ്ഞാലിൽ കിടന്നാണ്. ഞാൻ അവനെ ഊഞ്ഞാലിൽ നിന്നെടുത്ത് ബെഡിൽ കിടത്തുകയും ഭയങ്കര കരച്ചിൽ. 2 മണിക്ക് എഴുന്നേറ്റിട്ട് കരയും, എല്ലാ ദിവസവും രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് കരയും. അപ്പം ഞാൻ അച്ഛനെ കാണാൻ ഇന്നേ വരെ 4 വട്ടം ഞാൻ പുതുക്കിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അച്ഛനെ കാണണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മുന്നിൽ സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛനെ കാണാം. അപ്പം അങ്കിൾ വഴിയായിട്ട് അച്ഛനെ കാണാനുള്ള ഒരവസരം ഞാൻ റിസൾട്ടെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. അച്ഛനെ കാണാൻ എനിക്ക് പറ്റി. ഞാനിവിടെ മുട്ടുകുത്തി നിന്നപ്പോൾ അച്ഛൻ എന്നെ എഴുന്നേൽപ്പിച്ചു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, 2 കൊല്ലമായി ഞാൻ ഉറങ്ങിയിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഉറക്കം കൊച്ചിൻ്റെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അതൊരു യൂസ്ഡായിപ്പോയി എനിക്ക്. കാരണം എനിക്ക് ഈ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമയമില്ല. എനിക്ക് 3-4 മാസത്തിനുള്ളിൽ ഞാൻ അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കും.
പക്ഷേ ഇവൻ്റെ ഒരു സ്വഭാവത്തിനകത്ത് വ്യത്യാസവും വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അച്ഛൻ എന്നെ തൊട്ട് പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിച്ചു, ഇവളുടെ റിസൾട്ടും കണ്ടു, എല്ലാം കണ്ടിട്ട് പറഞ്ഞു 2 കുട്ടികളെയും കൊണ്ട് നീ വന്ന് സാക്ഷ്യം പറയണം, ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല, കുഞ്ഞിൻ്റെ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും കുഞ്ഞിനുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാവരെയും കാണുമ്പോൾ കുറച്ച് ടാൻഡ്രംസ് കൂടുതലാണെങ്കിലും അവന് ഉറക്കത്തിൻ്റെ കാര്യത്തിനകത്ത് ഊഞ്ഞാലിൽ മാത്രം കിടന്നുറങ്ങിയിരുന്ന എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ബെഡിൽ ഉറങ്ങുകയും ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നവും അവന് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അവന് സംസാരിക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കമ്മ്യൂണിക്കേഷന്. ഇപ്പോൾ റൈംസൊക്കെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ സെൻറ്റൻസുകൾ കണക്ട് ചെയ്തിട്ട് അവന് സംസാരിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങിയിട്ടുണ്ട്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ആദ്യത്തെ സാക്ഷ്യത്തിനകത്ത് എനിക്ക് കുഞ്ഞിനെ ഒരു പ്രശ്നവും കൂടാതെ എൻ്റെ മോളാണ് കൃപ. അവൾ ഈ ഫെബ്രുവരി 16 2023 ഫെബ്രുവരി 16 ഉണ്ടായതാണ്. കൃപ മറിയം എന്ന പേരാണ് ഞാൻ അവൾക്ക് ഇട്ടിരിക്കുന്നത്. നോർമൽ ഡെലിവറി ആയിരുന്നു രണ്ടാമത്. എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം സ്കോളിയോസിസ് എന്നൊരു പ്രശ്നമുണ്ട്, നട്ടലിന് വളമാണ് അത് കാരണം സാധാരണക്കാർക്ക് പോലും ഡെലിവറി മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എനിക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിയായപ്പോൾ ഞാൻ നോർമൽ ഡെലിവറി ആകണമെന്നും അതുപോലെ തന്നെ 3 മണിക്കൂറിൽ കൂടുതൽ ആദ്യത്തെ കുട്ടിക്ക് ഞാൻ ഏകദേശം 12 മണിക്കൂർ ലേബർ റൂമിൽ കിടന്നു, വളരെ പെയിൻ അനുഭവിച്ചു. അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിക്ക് എനിക്ക് 3 മണിക്കൂറിൽ കൂടുതൽ മാതാവേ എനിക്ക് പെയിൻ തന്ന അവിടെ കിടത്തല്ലേ എന്ന് ഞാൻ അത്രമാത്രം ഞാൻ ഇവിടെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം 9ാം മാസം ഞാൻ ഡെലിവറിക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ മുട്ടുകുത്തി നിന്ന് തന്നെ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇപ്പോൾ ഡെലിവറിക്ക് കയറ്റി 3 മണിക്കൂർ പോലും ഞാൻ പെയിൻ അനുഭവിച്ചിട്ടില്ല. 3 കോൺട്രാക്ഷൻ വന്നപ്പോൾ ഞാൻ അവിടെ ആ എൻ്റെ അമ്മയെ പോലും ഞാൻ വിളിച്ചിട്ടില്ല. കൃപാസന മാതാവെന്ന് മാത്രമേ ഞാൻ 3 വട്ടം വിളിച്ചിട്ടുള്ളൂ. ഡോക്ടേഴ്സ് ആരും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, നേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. കാരണം അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പം കുട്ടി വരും എന്നുള്ളത്. കാരണം പെയിൻ ചൊവ്വിനായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സോ പെട്ടെന്ന് തന്നെ 3 വട്ടം പെയിൻ വരികയും കുഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് വരികയും അവരെല്ലാവരും ഓടി വരികയാണ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ ആദ്യത്തെ പ്രസവത്തിൽ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് ചൊവ്വിനൊന്ന് നടുവ് നിവർത്തി നടക്കാറൊക്കെ ആയത്. എനിക്ക് നടുവിന് വേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവളൊരു 75 ഡേയ്സ് ഓൾഡായിട്ടേ ഉള്ളൂ. അത്യാവശ്യം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ പോകാനും എടുക്കാനൊക്കെയുള്ള നടുവിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ മാതാവ് വളരെയധികം പെട്ടെന്ന് തന്നെ ഓക്കെ ആക്കി സുഖം പ്രാപിച്ചു തന്നു. പിന്നത്തെ എൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആദ്യത്തെ ഡെലിവറിക്ക് കുഞ്ഞിനെ കാണാൻ ഹോസ്പിറ്റലിലാണ് വന്നത്. കാരണം കൊറോണയുടെ സമയം, ക്വാറൻറ്റൈൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സമയവും ഉണ്ടായിരുന്നില്ല. കാരണം പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പേ പോയ ആളാണ്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം, 1 മാസമെങ്കിലും നിന്നണം ഡെലിവറിക്ക് മുമ്പ് എന്നുള്ളത്. അപ്പോൾ ഡെലിവറിയുടെ സമയം എടുക്കാറായപ്പോൾ ഹസ്ബൻഡ് നാട്ടിലേക്ക് 1 മാസത്തിന് മുമ്പ് ഡേറ്റ് കറക്റ്റായതാണ്. ആ ഡേറ്റിന് മുമ്പ് ഷിപ്പ് ബെർത്തിങ് ആവാത്തത് മൂലം ഒരു ഡേറ്റും കിട്ടുന്നുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ ഇൻസ്പെക്ഷൻ ഉള്ളത് കാരണം ഹസ്ബൻഡിനെ ഇങ്ങോട്ട് വിടാനുള്ള മടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു തീരുമാനമില്ലാതെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയത്തിൻ്റെ മേൽ അത്രയും അധികാരമുള്ള അമ്മ എന്നുള്ളൊരു അച്ഛൻ്റെ ഒരു 10-15 മിനിറ്റോളം ഉള്ളൊരു പ്രെയർ ഞാൻ കാണുവാനിടയാവുകയും ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുകയും ഞാനും ആ പ്രെയർ എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. എൻ്റെ മനസ്സിലൊരു ഡേറ്റ് ഉണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉച്ചയ്ക്ക് ഞാൻ തിരി കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന ഡേറ്റിന് തന്നെ ഹസ്ബൻഡ് എല്ലാ തടസ്സങ്ങളും മാറി നാട്ടിലെത്തുവാനും ഞങ്ങൾക്ക് 1 മാസം മുകളിൽ ഒരുമിച്ച് നിൽക്കുവാനും ഡെലിവറി ടൈമിലും ലേബർ റൂമിലെല്ലാം ഒരുമിച്ച് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കാനുള്ള ഒരനുഗ്രഹം മാതാവ് സാധിച്ചു തന്നു. പിന്നെയുള്ള എൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ബാപ്റ്റിസമായിരുന്നു ഏപ്രിൽ 29-ാം തീയതി. 3 ദിവസമായിട്ടേ ഉള്ളൂ ബാപ്റ്റിസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊരു 6:30 PM ആണ് വെച്ചിരുന്നത്, എല്ലാവരുടെയും സൗകര്യമായിട്ട്. 6:30 റെസ്റ്റോറൻറ്റിൽ വെച്ചിരുന്നു ചർച്ചിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ 4 ദിവസമായിട്ട് അടുപ്പിച്ചും മഴയാണ്. ആ ഒരു സമയത്ത് ഇടിയും മഴയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു. വളരെ ഒരു സന്തോഷത്തോടെ ചെയ്യാവുന്ന കാര്യമാണ് അത്. റെസ്റ്റോറൻറ്റ് കുറച്ച് സൈഡിൽ ഓപ്പൺ ഏരിയ ഒക്കെ ഉണ്ട്, ഫുഡൊക്കെ വയ്ക്കുന്നിടത്ത്. അവിടെ ഈ മഴ പെയ്യുന്നത് മൂലം കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കുളമായി പോകുമോ എന്നൊരു ടെൻഷൻ കാരണം തലേ ദിവസം ഞങ്ങൾ ഈ ഉപ്പ് കൊണ്ടുപോയിട്ട് ആ റെസ്റ്റോറൻറ്റിനകത്തെല്ലാം ഹോളിലും നടക്കുന്നിടത്തും പുറത്തുമെല്ലാം ഞാൻ വിതറുകയും ഞങ്ങളത് വിതറിക്കൊണ്ടിരുന്ന സമയത്ത് നല്ല ഇടിയും മഴയും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിതറുകയും തിരിച്ചു വരികയും ഏപ്രിൽ 29 ഒരു കുഴപ്പവും കൂടാതെ ഒരു മഴ പോലും പെയ്യാതെ ഞങ്ങളുടെ ഫങ്ഷൻസൊക്കെ കൃത്യമായിട്ട് ഒരു ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട്
സാക്ഷ്യം പറയാം എന്ന് വിചാരിച്ച് കുഞ്ഞ് 2 കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പുറകിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനമാണ്. തിരുവചനം പറയുന്നത് പോലെ അർത്ഥവത്തായ ഒരു സാക്ഷ്യം നാം ഇപ്പോൾ കേൾക്കുകയാണ്. ജിൻസിമോൾ തോമസ് എന്ന മകള് തൻ്റെ 2ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിയെക്കുറിച്ചും ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് 3 മാസത്തിന് ശേഷം എടുത്ത ഫ്ലൂയിഡ് ടെസ്റ്റിൽ ആ കുഞ്ഞിന് ഡൗൺ സിൻഡ്രം ഉണ്ടാകാം, അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുക എന്നൊക്കെ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറയുക. എന്നാൽ ഈ മകള് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത്രയും ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ അത്രയും കൗണ്ട് പറയുന്നത് 258 എന്നുള്ളതാണ്. അപ്പോൾ ഈ മകൾ അത്രയും കൃപാസന പത്രം വാങ്ങിക്കുകയാണ്. ഈ മകളുടെ ചിന്തകളെ ആ രീതിയിലാണ് പരിശുദ്ധ അമ്മ നയിച്ചത്. അത്രയും കൃപാസന പത്രം വാങ്ങിച്ചിട്ട് ഈ മകൾ അതുമായിട്ട് എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ പ്രഗ്നൻ്റ് ആയിരുന്ന ഈ മകൾ കയറി ഇറങ്ങി നടന്ന് കൊടുക്കുകയാണ് ഓരോ വാർഡിലും. അപ്പോൾ ഈ മകളുടെ ആ ഒരു മനസ്സും മനോഭാവവും അതാണ് നാം ഇവിടെ കാണുക. അതാണ് ഈശോയും കാണുന്നത്. അങ്ങനെ തൻ്റെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രം ഉണ്ടാകുമെന്ന് പറഞ്ഞ കുഞ്ഞിന് പിന്നീട് യാതൊരു വിധത്തിലുള്ള പിന്നീടൊരു ടെസ്റ്റൊക്കെ ഫ്ലൂയിഡ് ടെസ്റ്റൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ടെസ്റ്റിനൊന്നും ഇവർ പോകുന്നില്ല. അങ്ങനെ ഒരു നോർമൽ ഡെലിവറിയും ഈ മകൾക്ക് കൊടുത്ത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഈ മകൾക്ക് കൊടുക്കുകയാണ്. 9 മാസം വരെ മുട്ടിന്മേൽ നിന്ന് ജപമാല ചെല്ലുന്ന ഒരു മകളെയാണ് പിന്നീട് നമുക്ക് കാണുക. അപ്പോൾ തൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് എല്ലാം ഈ മകൾ എടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വസ്തതയും സത്യസന്ധതയും ഒക്കെ അറിയുന്ന ഒരു നല്ല തമ്പുരാൻ്റെ അടുത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ, സ്ഥലകാലങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മ, ആ അമ്മയോട് എങ്ങനെയാണ് ഈ മകൾ പിന്നീട് പ്രാർത്ഥിക്കുക? പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള ഈശോ എങ്ങനെയാണ് പിന്നീട് ഈ മകൾക്ക് ബാപ്റ്റിസത്തിൻ്റെയൊക്കെ സമയത്ത് ആ ഒരു പ്രകൃതിയെ തന്നെ ഈ മക്കളുടെ ഇഷ്ടമനുസരിച്ച് അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതൊക്കെ പിന്നീട് നമ്മോട് ഷെയർ ചെയ്ത ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അതുപോലെ മൂത്ത കുഞ്ഞിൻ്റെ ഉറക്കമില്ലായ്മ, ആ കുഞ്ഞിനെ പെട്ടെന്ന് ഫീഡിങ് നിർത്തുന്നത് കൊണ്ട് ആ കുഞ്ഞിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതുമൂലം ഈ മകൾക്കും അനുഭവപ്പെട്ടിരുന്ന മാനസികമായ അസ്വസ്ഥതകൾ, ഇതിലൊക്കെ എങ്ങനെയാണ് അമ്മയുടെ കരസ്പർശം, നമ്മുടെ സ്വർഗീയ അമ്മയുടെ കരസ്പർശം ഉണ്ടാകുന്നത് എന്നാണ് തിരുവചനം പറയുന്നത് പോലെ എത്ര കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നമ്മുടെ കൂടെ ഇരിക്കുന്ന തമ്പുരാനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ ഈ മകൾ ഇപ്പോൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് സാക്ഷിയായി നിൽക്കുകയാണ്. നമുക്കും ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.